प्यारे बच्चों ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മിഡ് ടേം പരീക്ഷ നാളെ നമുക്ക് ആരംഭിക്കുകയാണ്. എല്ലാവരും റെഡിയല്ലേ? ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല സെറ്റ് ആയിട്ട് നല്ല എനർജി ആയിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട നമുക്ക് എല്ലാ വർഷവും ചോദിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് മാഷ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും ശ്രദ്ധയോടുകൂടി നോക്കിയോളൂ. യെസ്, മുർജായ ഫൂൽ. എന്താണ് മക്കളെ മുർജായ ഫൂൽ? നിങ്ങളുടെ മനസ്സിലേക്ക് ആ പാഠഭാഗം ഇങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലെ? മുർജായ അല്ലെ, വാടിയ. ഫൂൽ എന്താടാ? പൂവ്. ആരുടേതാണിത്? സുഭദ്രകുമാരി ചൗഹാൻ എന്ന് പറയുന്ന ഒരു കവിയത്രിയുടേതാണ് മുർജായ ഫൂൽ, വാടിയ പൂവ് എന്നുള്ള ഒരു കവിതയാണ്. മുർജായ ഫൂൽ കിസ് വിദ കി രചന ഹേ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കണം? കവിതയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കണം. അല്ലെ, എന്താണിത്? കവിത. അല്ലെ, കവിതയാണ് മുർജായ ഫൂൽ. ക്ലിയർ? അപ്പം മുർജായ ഫൂൽ കിസ്നെ ലിഖി എന്ന് ചോദിച്ചാൽ സുഭദ്രകുമാരി ചൗഹാനാണ്. മുർജായ ഫൂൽ എഴുതിയതാരാ? സുഭദ്രകുമാരി ചൗഹാനാണ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കവിത കാ ആശയ ലിഖേ. കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ട് ഈ വരുന്ന പരീക്ഷയിൽ എന്തായാലും ചോദിക്കും. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് മാഷിദിലൂടെ പറയുന്നത്. നോക്കിക്കോ. ഹിന്ദിക്ക് മഷ്ഹൂർ കവിയത്രി സുഭദ്രകുമാരി ചൗഹാൻ ലിഖി ഹുയി ഏക് ലോകപ്രിയ കവിത ഹേ. ഹിന്ദിയിലെ മഷ്ഹൂർ, മഷ്ഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ഫേമസ് ആണ്. ഫേമസ് ആയിട്ടുള്ള ഒരു കവിയത്രിയാണ് അല്ലെ, കവിയത്രിയാണ്. ആര്? സുഭദ്രകുമാരി ചൗഹാൻ. ആരാണ്? സുഭദ്രകുമാരി ചൗഹാൻ. അല്ലെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ കവിയത്രിയുടെ പേര് സുഭദ്രകുമാരി ചൗഹാൻ ആണ്. അപ്പൊ ഇതിന് വൺ വേർഡ് ചോദിച്ചാലും നമുക്ക് ഇതേപോലെ ആശയം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇത് അറിയുമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു ലിഖേ ഹുയി ഏക് ഒരു എന്താണ്? ലോകപ്രിയ കവിത ഹേ. ലോകപ്രിയ കവിതയാണ്, എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. ഏത്? മുർജായ ഫൂൽ. ക്ലിയർ ആണോ? യെസ്, സെറ്റ് അല്ലേ? അപ്പൊ അതുവരെ ഓക്കെ അല്ലേ? ഇനി എന്താണ് അതിലൂടെ പറയുന്നത് എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം, എഴുതാം. ഇസ്മേ ഇതിലൂടെ കവിയത്രി പറയുന്നത് എന്താ? മുർജായ ഫൂൽ കെ മാധ്യം സേ. മുർജായ ഫൂൽ വാടിയ പൂവിന്റെ മാധ്യം സേ മാധ്യമത്താൽ അല്ലെ, വാടിയ പൂവിന്റെ മാധ്യമത്താൽ പറയുന്ന എന്താ? ആം ജാൻതാ കി ഗരീബി ഓർ ബൂഡാപ്പെ. ഗരീബ് അല്ലെ, ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. അപ്പം വാടിയ പൂവിന്റെ മാധ്യമത്താൽ പറയുന്നത് എന്താ? ദാരിദ്ര്യത്തെയും അതേപോലെ ബൂഡാപ്പെ വാർദ്ധക്യത്തെയും ഉപമപ്പെടുത്തിക്കൊണ്ട് അഥവാ അവരുടെ കഷ്ടപൂർണ്ണ ജീവൻ കെ ബാരേമേ. കഷ്ടത നിറഞ്ഞ ജീവിതത്തിന്റെ കഷ്ടത നിറഞ്ഞ ജീവൻ കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ബാരേമേ ജീവിതത്തെ കുറിച്ച് ബാരേമേ ജീവിതത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ടതാ? ബത്താത്തി ഹേ പറയുന്നു. ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഒരിക്കൽ കൂടി മാഷ് വായിക്കാം. ഹിന്ദിക്ക് മഷ്ഹൂർ കവിയത്രി, ഹിന്ദിയിലെ മഷ്ഹൂറായ അതായത് ഫേമസ് ആയ കവിയത്രി സുഭദ്രകുമാരി ചൗഹാൻ ലിഖേ ഹുയി എഴുതിയ ഒരു ലോകപ്രിയ കവിത ഹേ. ലോകപ്രിയ കവിതയാണ് മുർജായ ഫൂൽ. എന്നിട്ട് പറയാം ഇസ്മേ ഇതിലൂടെ കവിയത്രി മുർജായെ ഫൂൽ കെ ഇതിലൂടെ വാടിയ പൂവിന്റെ മാധ്യം സേ ആം ജാൻതാ കി ഗരീബി മാധ്യമത്താൽ കവിയത്രി പറയുന്നത് എന്തിനെ കുറിച്ചാ പറയുന്നത്? ദാരിദ്ര്യത്തെയും ബൂഡാപ്പ വാർദ്ധക്യത്തെയും കൂടി അനുഭവിക്കുന്ന കഷ്ടത നിറഞ്ഞ ജീവിതത്തെ ബാരേമെ കുറിച്ചാണ് ബത്താത്തി ഹേ പറയുന്നത്. ഇത്തരത്തിൽ സിമ്പിൾ ആക്കി നമുക്ക് എഴുതാം. അതിന്റെ ആശയം നമ്മുടെ മനസ്സിലേക്ക് ഇത് നമ്മൾ സിമ്പിൾ ആക്കി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പരീക്ഷയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സെറ്റ് അല്ലേ? അപ്പം നാളത്തെ പരീക്ഷയിൽ നമ്മുടെ മുർജായ ഫൂൽ ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ സുഭദ്രകുമാരി ചൗഹാനാണെന്ന് പറയും. അതിന്റെ ആശയം ചോദിച്ചാൽ ഇത്തരത്തിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ട് ഈ ആക്ടിവിറ്റിയുടെ മുഴുവൻ മാർക്കും നമ്മൾ നേടൂലടാ. ഈ ആക്ടിവിറ്റിയുടെ 5 മാർക്കും നമുക്ക് നേടാൻ സാധിക്കൂലേ? യെസ്. അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചോളൂ. നമുക്ക് വീണ്ടും കാണാം. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.